നമസ്കാരം, എൻ്റെ പേര് ജിത്തു തോമസ് എന്നാണ്. ഞാനൊരു കൂൺ കർഷകനാണ്. ലീനാസ് മഷ്റൂം ഫാം എന്നാണ് എൻ്റെ ഫാമിൻ്റെ പേര്. ഞാനും അമ്മയും കൂടെ ഒരു 2010-11 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് കൂൺ കൃഷി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു എന്താ പറയുക, ഹോബി എന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു ബെഡിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് അതൊരു കൂണ് വന്ന ഒരു സന്തോഷം കൊണ്ട് നമ്മളത് പിന്നെ കുറച്ചുകൂടെ കൃഷി വിപുലീകരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുമരകം KVKയിൽ നമ്മളതിൻ്റെ ട്രെയിനിങ്, AV മാത്യുസാറിൻ്റെ ട്രെയിനിങ് എടുത്തു. അത് കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഡിഗ്രി സമയങ്ങളിൽ ഒരു പാർട്ട് ടൈമായിട്ട് ഞാനും അമ്മയും കൂടെ ഒരു ചെറിയൊരു സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരു കുറച്ച് നാൾ കൃഷി ചെയ്തു. അതിന് PG ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ചുകൂടെ കൃഷി പഠിച്ച സ്ഥിതിക്ക് ഒരു പാർട്ട് ടൈമായിട്ട് കുറച്ചുകൂടെ ഒരു കടകളിലൊക്കെ കൊടുക്കാൻ പാകത്തിന് നമ്മളൊരു ബിസിനസ്സായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 8 വർഷത്തോളം നമ്മളൊരു ലാഭവും നഷ്ടമൊക്കെ നോക്കാതെ തന്നെ നമ്മൾ കുറേ നാൾ കൃഷി ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ കുൺകൃഷി എന്ന് വെച്ചാൽ നല്ലൊരു പഠനം ആവശ്യമുള്ള ഒരു കൃഷിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ പല രീതിയിൽ എന്താ പറയുക, കൃഷി പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ നഷ്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലാഭമുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, അങ്ങനെ ഒരു ലേണിംഗ് എന്ന രീതിയിൽ തന്നെ കുറേ നാൾ നമ്മൾ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 5 കൊല്ലമായിട്ട് ലീനാസ് എന്ന ബ്രാൻഡിൽ നമ്മൾ ഏകദേശം ഒരു 20,000 ബെഡുള്ളൊരു ഫാമാണ് നമ്മുടെ കയ്യിലുള്ളത്. ദിവസം ഒരു 100-120 കിലോ മഷ്റൂം നമുക്ക് ഡെയിലി പ്രൊഡക്ഷനുണ്ട്. അതുകൂടാതെ തന്നെ എൻ്റെ മഷ്റൂമിൻ്റെ സ്പോൺസ് നമ്മുടെ കയ്യിലുണ്ട്. അത് കൂടാതെ നമുക്ക് എന്താ പറയുക, മഷ്റൂമിൻ്റെ ബെഡുകൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല മഷ്റൂമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കൃഷി നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പല വെറൈറ്റി മഷ്റൂംസ് നമ്മുടെ കയ്യിൽ നമ്മളിവിടെ ട്രയൽ ആൻഡ് എററായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ചിപ്പിക്കൂണാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ചിപ്പിക്കൂൺ എന്ന് പറയുമ്പോഴത്തേക്കും വൈറ്റ് കളറുള്ള ഒരു ഓയിസ്റ്റർ മഷ്റൂമാണ് നമ്മളിവിടെ മാർക്കറ്റിലേക്ക് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു 120 കിലോ മഷ്റൂമാണ് നമുക്ക് ഒരു ദിവസം ഉണ്ടാകുന്നത്. ഇതിൻ്റെ വിപണന സാധ്യതയാണ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. കാരണം എങ്ങനെ നിങ്ങളത് വിൽക്കുന്നു, എങ്ങനെ വിൽക്കാൻ പറ്റുന്നത്. നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ സ്ഥലം പിറവമാണ്. പിറവം, അതുപോലെ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ സൈഡിലേക്ക്, പിന്നെ തൃപ്പൂണിത്തുറ ഭാഗങ്ങൾ, അങ്ങനെ നമ്മൾ ഈ എറണാകുളം കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചെറിയ ടൗണുകളിൽ തന്നെ പിറവുണ്ട്, അതുപോലെ തന്നെ മുളന്തുരുത്തി, അങ്ങനെ ചെറിയ ടൗണുകളിൽ ചെറിയ കടകളിലും പച്ചക്കറി കട, സൂപ്പർ മാർക്കറ്റ്, ഇങ്ങനെ കടകളിൽ നമ്മൾ 200 ഗ്രാം പാക്കറ്റാക്കി കൊടുക്കുകയായിരുന്നു. നല്ല രീതിയിൽ മാർക്കറ്റ് റെഗുലറായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മഷ്റൂമാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഇതിന് ആവശ്യക്കാരുണ്ട്. നമുക്ക് വളരെ എന്താ പറയുക, പ്രോഫിറ്റബിളായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി തന്നെയാണ് കൂൺ കൃഷി. അപ്പോൾ നമ്മുടെ വിപണനം എന്ന് പറയുന്നത് സാധാരണ പച്ചക്കറി കടകൾ തന്നെയാണ് പ്രധാന മാർക്കറ്റായിട്ട് വരുന്നത്. എല്ലാവർക്കും എന്താ പറയുക, കഴിക്കാൻ പറ്റുന്ന ഒരു ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് മഷ്റൂം. കാരണം വെച്ച് കഴിഞ്ഞാൽ മഷ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഓർഗാനിക്കായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ വളരെ കുറഞ്ഞ സ്ഥലം മതി ഇത് കൃഷി ചെയ്യാനായിട്ട്. ബാക്കി ഏത് കൃഷിക്ക് നമുക്ക് ഒത്തിരി സ്ഥലം വേണം. ഈവൻ ഒരു ആൾ കൃഷിയിലേക്ക് വരുവാണെങ്കിൽ, ഞാൻ തന്നെ കൃഷിയിലേക്ക് വരാൻ തന്നെ വളരെ കുറഞ്ഞ സ്ഥലത്ത് ഇത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സെൻറ്റോ 2 സെൻറ്റോ ഉള്ള ആൾക്ക്, ഒരു ടെറസ് ഉള്ള ആൾക്ക് പോലും നല്ല പ്രോഫിറ്റബിളായിട്ട് ഒരു വരുമാനമായിട്ട് ഫുൾ ടൈം ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി പ്ലസ് ബിസിനസ്സാണ് മഷ്റൂം ഫാമിംഗ് എന്ന് പറയുന്നത്. ഒത്തിരി കൃഷിക്കാർ നമ്മളെ അന്വേഷിച്ച് വിളിക്കുകയും അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെടാറുണ്ട്. അവർക്ക് പ്രധാനമായിട്ടുള്ള ആവശ്യം മഷ്റൂമിൻ്റെ സ്പോൺ എവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ നല്ലൊരു സ്പോൺ ലാബ് നമുക്കുണ്ട്. നമ്മുടെ സ്വന്തം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിത്ത് തന്നെയാണ്. നമ്മൾ ആ വിത്ത് തന്നെയാണ് നമുക്ക് ഫാമേഴ്സിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റി നമ്മുടെ കൃഷിക്കും ബാക്കിയുള്ള ഇപ്പോൾ കേരളം മുഴുവൻ നമ്മൾ നല്ലൊരു ശതമാനം ഫാമേഴ്സ് നമ്മൾ വിത്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ എന്താ പറയുക, നല്ല ക്വാളിറ്റി വിത്ത് നമുക്ക് റെഗുലറായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. വെച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരില്ല. മിനിമം ഒരു 10 ദിവസത്തെ ഒരു ഓർഡർ അല്ലെങ്കിൽ പ്രീ ഓർഡർ അവർ തന്നു കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് വിത്ത് കൊടുക്കാൻ നമുക്ക് ഓൾ കേരള നമുക്ക് സാധിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിലും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് സ്വന്തം ആവശ്യം വേണ്ടി ഉപയോഗിക്കുന്ന അതേ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ഫാമേഴ്സിനും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഫാമേഴ്സിനും നമുക്ക് നല്ല ഈൽഡ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ടിഷ്യൂ കൾച്ചർ തൊട്ട് മദർ സ്പോൺ തൊട്ട് എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കൃഷിയിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. ഇത് പഠിച്ചെടുക്കാനും അതൊന്ന് ബിസിനസ്സാക്കി റൺ ചെയ്തെടുക്കാനും ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂൺകൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഫാമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ പല പ്രൊഡക്റ്റുകൾ അവരെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യാവുന്ന പല എന്താ പറയുക ഇൻവെൻഷൻസ് നമ്മൾ പുറകെ കൊണ്ടുവരുന്നുണ്ട്. വിത്തിൻ 6 മന്ത്സ് നമ്മളതൊക്കെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അത് വന്നു കഴിയുമ്പോൾ തന്നെ കേരളത്തിൽ പുതിയ കുറേ ഫാമേഴ്സിന് നഷ്ടം കൂടാതെ ലാഭത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കൂണിൻ്റെ അവൈലബിലിറ്റി ഉറപ്പ് വരുന്ന രീതിയിൽ നമ്മുടെ ഫാമിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതിനുള്ളൊരു വർക്കിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃഷി വകുപ്പ് അദ്ദേഹത്തിന് എല്ലാ സഹായവും പ്രോത്സാഹനവും കൊടുത്തു വരുന്നു.
2020-21 കാലഘട്ടത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി വഴിയായി അദ്ദേഹത്തിൻ്റെ ഈ ഹൈടെക് മഷ്റൂം യൂണിറ്റ് നിർമ്മാണത്തിനായിട്ട് 8 ലക്ഷം സഹായധനമായിട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ അടുത്ത വർഷം അദ്ദേഹം ഈ സ്പെൻഡ് മഷ്റൂം, അതായത് മഷ്റൂം ഉൽപ്പാദനത്തിന് ശേഷം വരുന്ന അവശിഷ്ടങ്ങളെ കമ്പോസ്റ്റാക്കി മാറ്റുന്നതിന് ഒരു കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുകയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ അതിനെ അംഗീകരിച്ച് 8 ലക്ഷം രൂപ വീണ്ടും അദ്ദേഹത്തിന് സഹായധനമായി നൽകിയിട്ടുണ്ട്. 2020-21 കാലഘട്ടത്തിലെ എറണാകുളം ജില്ലയിലെ മികച്ച കൂൺ കർഷകനായിട്ട് അദ്ദേഹത്തെ നമ്മൾ ആദരിച്ചിട്ടുണ്ട്. അതുകൂടാതെ 22-23 കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച കൂൺ കർഷകനായി സ്റ്റേറ്റ് അവാർഡ് നൽകി അദ്ദേഹത്തെ നമ്മൾ ആദരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ജിത്തു തോമസ് എന്ന കർഷകൻ ഒരു കൂൺ കൃഷിയെ എങ്ങനെ ഒരു സംരംഭമാക്കി മാറ്റാം, വിജയകരമാക്കി മാറ്റാൻ തെളിയിച്ച അദ്ദേഹം അതായത് പ്രത്യേകിച്ച് കൃഷിയിലേക്ക് വരുന്ന യുവതലമുറയ്ക്ക് ഒരു പ്രചോദനവും ഒരു ഉത്തമ മാതൃകയുമാണ്. ഇതെൻ്റെ അമ്മയാണ്. അമ്മയുടെ പേരാണ് ലീന. അപ്പോൾ അമ്മയുടെ പേര് തന്നെയാണ് ലീനാസ് നമ്മൾ മഷ്റൂം ഫാമിൽ ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ സമയം ഒന്ന് വെറുതെ ഇരിക്കുവാണ്, ഞാൻ ഫ്രീ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങണമെന്നുകൊണ്ട് ഞാനും അമ്മയ്ക്ക് വേണ്ടി തുടങ്ങണം. അപ്പോൾ അമ്മ ചെയ്യണത് കണ്ടപ്പോൾ അപ്പോൾ ഞാനും കൂടി ബേസിക്കലി സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഫാം റൺ ചെയ്യുന്നു. ഫാം ഇപ്പോഴും ഈ ഒരു പ്രോഫിറ്റിലേക്ക് എത്താൻ കാരണം അമ്മയുടെ ഹാർഡ് വർക്കാണ്. അതുപോലെ അമ്മയാണ് സ്റ്റാഫിനൊക്കെ മാനേജ് ചെയ്യുന്നു, ഇവർ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നു. ഏറ്റവും ദിവസമായിട്ട് ഞാൻ ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് വേണം എനിക്ക് പറയാം. ബാക്കി ഇവിടുത്തെ ഒരു ഓൾ ഇൻ ഓൺ ഫാം മാനേജ് ചെയ്ത് ഇത് പ്രോഫിറ്റ് ആക്കിയെടുത്തതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അമ്മയ്ക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ പേര് തന്നെയാണ് നമ്മൾ ബ്രാൻഡ് ചെയ്ത് ലീനാസ് മഷ്റൂം ഫാം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നമ്മുടെ ബ്രാൻഡ് നെയിം എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്.